രോഗബാധിതമായി മരിച്ച ഇടതു നേതാവ് ഹ്യൂഗോ ഷാവേസിന്റെ പിൻഗാമിയായി 2013 വെനിസ്വല ഭരിക്കാൻ തുടങ്ങിയ നിക്കോളാസ് മദുറോയെ അമേരിക്ക വർഷങ്ങൾക്ക് മുമ്പേ ലക്ഷ്യമിട്ട് തുടങ്ങിയതാണ്. ഷാവേസിനെ പോലെ മദുറോയും വെനിസ്വലയുടെ എണ്ണ സമ്പത്തിൽ കൈവയ്ക്കാൻ അമേരിക്കൻ കമ്പനികളെ അനുവദിച്ചിരുന്നില്ല. മദുറോയുടെ പതനത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ ചുവടെ. 2020 മാർച്ച് മാസം മദുറോ ഭരണകൂടത്തിനെതിരെ അമേരിക്കയുടെ ആദ്യ നടപടി. മദുറോയ്ക്കും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ 14 പേർക്കും എതിരെ മയക്കുമരുന്ന് കടത്തൽ, മയക്കുമരുന്ന് തീവ്രവാദം, അഴിമതി എന്നീ കുറ്റങ്ങൾ അമേരിക്കൻ നീതിന്യായ വകുപ്പ് ചുമത്തി. മദുറോയുടെ അറസ്റ്റിനെ സഹായിക്കുന്നവർക്ക് $1.5 കോടി പാരിതോഷികം പ്രഖ്യാപിച്ചു. 2020 മെയ് മാസം മദുറോയെ പിടികൂടാൻ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ ഗിദയോൺ എന്ന പേരിൽ റെയ്ഡ്. അമേരിക്കയിലെ വിരമിച്ച സൈനികരുടെ നേതൃത്വത്തിൽ വെനിസ്വലയിലെ മദുറോ വിരുദ്ധം നടപ്പാക്കിയ ഓപ്പറേഷൻ അടിമുടിപാളി. പദ്ധതിയെക്കുറിച്ച് നേരത്തെ തന്നെ മദുറോയ്ക്ക് വിവരം ലഭിച്ചിരുന്നു. 2024 ജൂലൈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിച്ച മദുറോയുടെ അവകാശവാദം. തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ കൃത്രിമത്വം നടന്നതായും അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ആരോപിച്ചു. 2025 ജനുവരി ഓഗസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ തിരിച്ചെത്തിയ ഡൊണാൾഡ് ട്രംപ് വെനസ്വലയിലെ മദുറോ ഭരണകൂടത്തിനെതിരെ സമ്മർദ്ദ തന്ത്രങ്ങൾ ശക്തമാക്കി. മദുറോയുടെ അറസ്റ്റിനെ സഹായിക്കുന്നവർക്കുള്ള പാരിതോഷികം $5 കോടി ഉയർത്തി. വെനസ്വലയിലെ കാർട്ടൽ ഓഫ് ദ സൺ, ട്രെൻഡി അരാഗ എന്നീ മയക്കുമരുന്ന് സംഘടനകളെ വിദേശ തീവ്രവാദ പ്രസ്ഥാനങ്ങളായി മുദ്രകുത്തി. 2025 സെപ്റ്റംബർ ഓപ്പറേഷൻ സദേൺ സ്പിയർ എന്ന പേരിൽ അമേരിക്ക സൈനിക നടപടി ആരംഭിച്ചു. വെനസ്വലയ്ക്ക് സമീപം കരീബിയൻ കടലിൽ US യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിച്ചു. മയക്കുമരുന്ന് കടത്തെന്നാരോപിച്ച് ബോട്ടുകൾ ആക്രമിക്കാൻ തുടങ്ങി. 30 ആക്രമണങ്ങളിൽ 110 പേരെങ്കിലും കൊല്ലപ്പെട്ടു. 2025 ഡിസംബർ വെനിസ്വലയിൽ നിന്ന് എണ്ണയുമായി പുറപ്പെട്ട 2 ചരക്ക് കപ്പലുകൾ അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തു. ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് പരിശോധിക്കാം. വെനിസ്വലൻ സമയം പുലർച്ചെ 2 മണി തലസ്ഥാനമായ കാരക്കാസിൽ ഒട്ടനവധി സ്ഫോടനങ്ങൾ. ഫുവർട്ട ടിയുവാന സൈനിക താവളത്തിലും ആക്രമണം. കാരക്കാസിന് മുകളിൽ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ ദൃശ്യമായി. പുലർച്ചെ 4:30 വെനിസ്വലയിൽ നടത്തിയ വനാക്രമണം വിജയമായിരുന്നെന്നും മദുറോയെയും അദ്ദേഹത്തിന്റെ പത്നിയെയും പിടികൂടി വിമാനത്തിൽ വെനിസ്വലയിൽ നിന്ന് കൊണ്ടുപോയെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചു. 5 മണി മുതൽ 12 മണി വരെ എന്ത് സംഭവിച്ചു? കാരക്കാസിലുണ്ടായ ആക്രമണം വെനസ്വലൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് സ്ഥിരീകരിച്ചു. എന്നാൽ മദുറോ എവിടെയാണെന്ന് അറിയില്ലെന്നും പറഞ്ഞു. കാരക്കാസിൽ ഓപ്പറേഷൻ നടത്തിയത് ഡെൽറ്റ ഫോഴ്സ് ആണെന്ന് അമേരിക്കൻ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. അമേരിക്കൻ ഭാഗത്ത് ആളപായമില്ല. സ്വേച്ഛാധിപതി പോയെന്നും വെനസ്വലക്ക് പുതിയ പ്രഭാതമെന്നും അമേരിക്കൻ വിദേശകാര്യ വകുപ്പിന്റെ പ്രഖ്യാപനം. അമേരിക്കൻ മിലിറ്ററിയിലെ ഏറ്റവും പ്രധാന കമാൻഡോ യൂണിറ്റുകളിലൊന്നാണ് ഡെൽറ്റ ഫോഴ്സ്. അൽ-ഖ്വയ്ദ തലവൻ ബിൻ ലാദനെ പാകിസ്ഥാനിൽ കടന്നു വധിച്ച നേവി സീലുകളെ പോലുള്ള മറ്റൊരു അമേരിക്കൻ രഹസ്യസേന. 1977 രൂപവത്കൃതമായ ഡെൽറ്റ ഫോഴ്സിനെ കുറിച്ച് അനേക വർഷങ്ങൾക്ക് ശേഷമാണ് പുറം ലോകത്തിന് വിവരം ലഭിക്കുന്നത്. ആഗോളതലത്തിലെ തീവ്രവാദ വിരുദ്ധ പോരാട്ടങ്ങളാണ് ഡെൽറ്റ ഫോഴ്സിന്റെ പ്രധാന ദൗത്യം. തീവ്രവാദ മയക്കുമരുന്ന് സംഘടനകളുടെ ഉന്നത മേധാവികളെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുക, ശത്രുരാജ്യങ്ങളിൽ കടന്ന് രഹസ്യങ്ങൾ ചോർത്തുക, പരമ്പരാഗത യുദ്ധത്തിന്റെ പരിധിയിൽ വരാത്ത വിധ്വംസക പ്രവർത്തനങ്ങൾ പോലുള്ള ഓപ്പറേഷനുകൾ നടത്തുക എന്നീ ദൗത്യങ്ങൾ നിർവഹിക്കും. 2003 ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ ഒളിത്താവളത്തിൽ നിന്ന് പിടികൂടിയത് ഡെൽറ്റ ഫോഴ്സ് സൈനികരാണ്. സദ്ദാമിനെ പിടികൂടാനുള്ള റെഡ് ഡ്രോൺ എന്ന ഓപ്പറേഷനിൽ 600 പട്ടാളക്കാർ പങ്കെടുത്തെങ്കിലും ഓപ്പറേഷന് നേതൃത്വം നൽകിയതും റെയ്ഡുകൾ നയിച്ചതും സദ്ദാമിനെ ഒളിത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതും ഡെൽറ്റ ഫോഴ്സ് സൈനികരായിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് തലവൻ അബൂബക്കർ അൽ ബഗ്ദാദിയുടെ മരണത്തിലേക്ക് നയിച്ച റെയ്ഡ് നടത്തിയതും ഡെൽറ്റ ഫോഴ്സ് തന്നെ. നേവി സീലുകൾ സമുദ്ര മേഖലയിലെ ഓപ്പറേഷനുകളിൽ വൈദഗ്ധ്യം കാട്ടുമ്പോൾ ഡെൽറ്റ ഫോഴ്സിന്റെ പ്രവർത്തനം കരയിലാണ്. കൃത്യതയുള്ള ആക്രമണങ്ങൾ ഫോഴ്സിന്റെ പ്രത്യേകതയാണ്. സിവിലിയൻ പശ്ചാത്തലവുമായി അതിവേഗം ഒത്തിണങ്ങിയാനുള്ള കഴിവ് മൂലം നിശബ്ദ പ്രൊഫഷണലുകൾ എന്നും ഡെൽറ്റ ഫോഴ്സ് സൈനികർ അറിയപ്പെടുന്നു. നിക്കോളാസ് മദുറോ ഇനി അമേരിക്കയിൽ വിചാരണ നേരിടും. പ്രസിഡന്റ് ട്രംപും US അറ്റോർണി ജനറലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നാർക്കോ ഭീകരത, ഗൂഢാലോചന, കൊക്കൈൻ ഇറക്കുമതി, യന്ത്രത്തോക്കുകളും വിനാശകരമായ ഉപകരണങ്ങളും കൈവശം വെക്കൽ, US-നെതിരെ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് മദുറോയ്ക്കെതിരെ കുറ്റപത്രത്തിൽ പറയുന്നതെന്നാണ് US അറ്റോർണി ജനറൽ പാം ബോണ്ടി ചൂണ്ടിക്കാട്ടുന്നത്. അന്താരാഷ്ട്ര ലഹരിക്കടത്തുകാരെ പിടികൂടുന്നതിനുള്ള അവിശ്വസനീയവും വളരെ വിജയകരവുമായ ദൗത്യം നടത്തിയ ട്രംപിനും US സൈന്യത്തിനും അറ്റോർണി ജനറൽ നന്ദി പറയുകയും ചെയ്തു. മദുറോയെ കാത്തിരിക്കുന്നത് നൊരിഗയുടെ വിധിയാണ്. ഒരു രാജ്യം ഭരിക്കുന്ന പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെ പത്നിയെയും മറ്റൊരു രാജ്യം സൈനിക ഓപ്പറേഷനിലൂടെ അറസ്റ്റ് ചെയ്ത് കടത്തിക്കൊണ്ടുപോകുന്നത് അപൂർവ സംഭവമാണ്. അമേരിക്കയിലെ മുൻനിര കമാൻഡോ സേനയായ ഡെൽറ്റ ഫോഴ്സ് വെനസ്വലൻ തലസ്ഥാനമായ കാരക്കാസിലെത്തി
പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും പത്നി സീരിയ ഫ്ലോറസിനെയും അറസ്റ്റ് ചെയ്ത് രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. 1989 പനമയിലെ പട്ടാള ഭരണാധികാരിയായ മാനുവൽ നൊരിഗയെ അമേരിക്കൻ സേന അറസ്റ്റ് ചെയ്തതാണ് ഇതിനോട് ഏകദേശം സമാനത പുലർത്തുന്ന മറ്റൊരു സംഭവം. മദുറോയെ പോലെ നൊരിഗയും തെരഞ്ഞെടുപ്പിൽ ജയിച്ചുവെന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിലും വോട്ടെടുപ്പിൽ വലിയ തോതിൽ കൃത്രിമത്വം കാട്ടിയെന്ന ആരോപണം നേരിട്ടിരുന്നു. മദുറോയെ പോലെ നൊരിഗയ്ക്കും മയക്കുമരുന്ന് കടത്തിൽ പങ്കുള്ളതായും അമേരിക്ക ആരോപിച്ചിരുന്നു. അതേസമയം അമേരിക്കയുമായുള്ള യുദ്ധത്തിൽ വൻ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെയാണ് നൊരിയേഗ അറസ്റ്റിലാവുന്നത്. വത്തിക്കാൻ എംബസിയിൽ 11 ദിവസം അഭയം തേടിയ നൊരിയേഗയെ ഉച്ചത്തിൽ പാട്ടുകൾ കേൾപ്പിക്കുന്ന സൈക്കോളജിക്കൽ യുദ്ധമുറയിലൂടെ പുറത്തു ചാടിച്ചുവെന്നാണ് പറയുന്നത്. അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ നൊരിയേഗയെ മയക്കുമരുന്ന് കുറ്റങ്ങൾക്ക് ജയിലിലടച്ചു. മദുറോയ്ക്കും പത്നി സിരിയ ഫ്ലോറസിനും സമാധാനഗതിയിലുണ്ടായേക്കാം. മദുറോയുടെ സർക്കാർ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ നടത്തുന്നതായി ട്രംപ് ഭരണകൂടം ആരോപിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പത്നി സിരിയോ ഫ്ലോറസിനും മറ്റു ബന്ധുക്കൾക്കുമെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഉപരോധങ്ങൾ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. തലക്ക് വിലയിട്ടത് 450 കോടി രൂപയാണ്. വർഷങ്ങളായി അമേരിക്ക മദുറോയെ ഒരു കുറ്റവാളിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇദ്ദേഹത്തെ പിടികൂടുന്നവർക്ക് $5 കോടി, ഏകദേശം 450 കോടി രൂപ പ്രതിഫലം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് നാർക്കോ ഭീകരവാദം, കൊക്കൈൻ ഇറക്കുമതിക്കുള്ള ഗൂഢാലോചന, അതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ എന്നിവയുടെ പേരിൽ ന്യൂയോർക്ക് സൗത്ത് ഡിസ്ട്രിക്ട് നിക്കോളാസ് മദുറോയെ പ്രതി ചേർത്തിരുന്നു. ഇതിനു പിന്നാലെ മദുറോയെ അറസ്റ്റ് ചെയ്യുന്നതിന് $1.5 കോടി, ഏകദേശം 135 കോടി രൂപ ട്രംപ് ഭരണകൂടം പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയുണ്ടായി. 2025 ജനുവരിയിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഈ പ്രതിഫലം $2.50 കോടി വർദ്ധിപ്പിച്ചിരുന്നു. 2025 ജനുവരി 20-ന് ട്രംപ് രണ്ടാം തവണ അധികാരത്തിലെത്തുകയും മദുറോയുടെ സഹായവും പിന്തുണയുമുള്ള ക്രിമിനൽ ശൃംഖലയായ കാർട്ടൽ ഡി ലോസ് സലസിനെ വിദേശ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല മദുറോയെ പിടികൂടാൻ സഹായിക്കുന്നവർക്കുള്ള പ്രതിഫലം $5 കോടി ഉയർത്തി. മദുറോയാണ് കാർട്ടൽ ഡി ലോസ് ഗ്രൂപ്പിന്റെ നേതാവെന്നും ഇതൊരു ക്രിമിനൽ സംഘടനയാണെന്നും US ഭരണകൂടം അവകാശപ്പെടുന്നു. മദുറോ ഭരണകൂടം ഒരു നാർക്കോ ഭീകരവാദ സംഘടനയാണെന്ന ആരോപണം രാഷ്ട്രീയം മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നാണ് USന്റെ വാദം. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാദമെന്നും കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ മാസം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ബസ് ഡ്രൈവറിൽ നിന്ന് പ്രസിഡന്റിലേക്ക് ഒരു പതിറ്റാണ്ടിലേറെ വെനസ്വേലൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞിരുന്ന നിക്കോളാസ് മദുറോ 1962 നവംബർ 23 കാരക്കാസിലെ ഇടതുപക്ഷ കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛൻ നിക്കോളാസ് മദുറോ ഗാർസിയ പ്രമുഖ തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നു. കാരക്കാസ് മെട്രോയിൽ ബസ് ഡ്രൈവറായിട്ടായിരുന്നു നിക്കോളാസ് മദുറോയുടെ പ്രൊഫഷണൽ ജീവിതം ആരംഭിക്കുന്നത്. ക്രമേണ തൊഴിലാളി യൂണിയൻ നേതാവായി ഉയരുകയും രാഷ്ട്രീയത്തിൽ വലിയ വളർച്ചകൾ കൈവരിക്കുകയും ഉണ്ടായി. രോഗബാധിതനായി മരിച്ച മുൻ പ്രസിഡന്റ് ഹ്യൂഗോ ഷാവേസിന്റെ അടുത്ത അനുയായികളിൽ ഒരാളായിരുന്നു മദുറോ. ഷാവേസിന് കീഴിൽ 2006 മുതൽ 2012 വരെ വിദേശകാര്യമന്ത്രി പദവിയും 2012 മുതൽ 2013 വരെ വൈസ് പ്രസിഡന്റ് പദവിയും വഹിച്ചിരുന്നു. മരണാസന്നനായ ഷാവേസ് തന്റെ പിൻഗാമിയായി കണ്ടെത്തിയതും മദുറോയെയായിരുന്നു. ഷാഫീസിന്റെ നിര്യാണത്തിന് പിന്നാലെ 2013 നടന്ന പ്രത്യേക തിരഞ്ഞെടുപ്പിൽ നാമമാത്ര ഭൂരിപക്ഷത്തിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയിലെ കടുത്ത ഉപരോധങ്ങളിൽ വെനസ്വേലൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തകർന്നപ്പോഴും ജനകീയ പ്രക്ഷോഭങ്ങളിൽ ക്രമസമാധാനം തകർന്നപ്പോഴും ഭരണത്തിൽ മദുറോയ്ക്ക് പിടി അയഞ്ഞില്ല. മദുറോ 2 വട്ടം വിവാഹിതനായി. ആദ്യ ഭാര്യ അഡ്രിയ ഗുവേര ആഞ്ചലോയിൽ നിക്കോളാസ് മദുറോ ഗുവേര എന്നൊരു മകനുണ്ട്. വെനസ്വേലൻ സർക്കാരിലെ ഒട്ടേറെ ഉന്നത പദവികൾ മകന് ലഭിച്ചിരുന്നു. ഇപ്പോഴത്തെ ഭാര്യ സീരിയ ഫ്ലോറസുമായുള്ള മദുറോയുടെ വിവാഹം 2013 വെനസ്വേലയിലെ അമേരിക്കൻ നടപടിയെ ചൈനയും റഷ്യയും അപലപിച്ചു. ഒരു പരമാധികാര രാജ്യത്തിനെതിരെ അമേരിക്ക നടത്തിയ നഗ്നമായ ബലപ്രയോഗത്തിലും പ്രസിഡന്റ് നിക്കോളാസ് മദുറോയ്ക്കെതിരായ നടപടിയിലും അങ്ങേയറ്റം ഞെട്ടിപ്പോയെന്നും ശക്തമായി അപലപിക്കുന്നു. അമേരിക്കയിലെ ഇത്തരം ആധിപത്യപരമായ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിയമത്തെയും വെനസ്വേലയുടെ പരമാധികാരത്തെയും ഗുരുതരമായി ലംഘിക്കുന്നതാണ്. ലാറ്റിൻ അമേരിക്കയിലെയും കരീബിയൻ മേഖലയിലെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇത് ഭീഷണിയാണ്. ചൈന ഇതിനെ ശക്തമായി എതിർക്കുന്നു. അന്താരാഷ്ട്ര നിയമവും UN ചാർട്ടറിന്റെ ഉദ്ദേശങ്ങളും തത്വങ്ങളും പാലിക്കാനും മറ്റ് രാജ്യങ്ങളിലെ പരമാധികാരവും സുരക്ഷയും ലംഘിക്കുന്നത് അവസാനിപ്പിക്കാനും ഞങ്ങൾ US ആവശ്യപ്പെടുന്നു. ചൈനീസ് വിദേശകാര്യ വക്താവ് എക്സിൽ പോസ്റ്റ് ചെയ്തതാണിത്. വെനസ്വേലൻ പ്രസിഡന്റിന്റെയും ഭാര്യയും ബലപ്രയോഗിച്ച് സ്വന്തം രാജ്യത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയ അമേരിക്കൻ നടപടിയിൽ അതീവ ആശങ്കയുണ്ടെന്ന് റഷ്യ അറിയിച്ചു. അധിനിവേശ പ്രവർത്തനമാണിതെന്നും നിക്കോളാസ് മദുറോയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അമേരിക്ക വിശദീകരിക്കണമെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. വെനസ്വേലയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ് ചൈനയും റഷ്യയും. അതേസമയം വെനസ്വേലയിലെ US സൈനിക നടപടി ആശങ്കാജനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകി. വെനസ്വേലയിലെ സൈനിക നടപടിയിൽ അതീവ ആശങ്കയുണ്ട്. മേഖലയിൽ ഇത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപകടകരമായ ഒരു കീഴ്വഴക്കത്തിനാണ് ഈ സംഭവം തുടക്കമിടുന്നത്. UN സെക്രട്ടറി ജനറൽ വക്താവ് സ്റ്റെഫാനി ഡുജാറിക് പറഞ്ഞു.
UN ചാർട്ടർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങളെ എല്ലാവരും പൂർണ്ണമായി ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യം സെക്രട്ടറി ജനറൽ ഊന്നി പറഞ്ഞതായും വക്താവ് കൂട്ടിച്ചേർത്തു.